ഈ ഖുർആനകത്തെ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ, ഒരു വരി പറ, കീഴടങ്ങാനല്ലാത്ത ഒരു വരി. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ. ആ ഒരെണ്ണം പറ. പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. നല്ലതാ, ബൈബിളിലുണ്ട്, മത്തായി സുവിശേഷത്തിലുണ്ട്. പക്ഷെ അത് ചെയ്താൽ എന്താ ഗുണം, ചെയ്തില്ലെങ്കിൽ എന്താ തെറ്റ്, അല്ലെങ്കിൽ എന്താ അനുഭവിക്കേണ്ടി വരിക എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ ഒന്നുകൂടി അതേ ആശയത്തെ റസൂലുള്ളാഹി പറഞ്ഞപ്പോഴോ എങ്ങനെയാ വന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ എങ്ങനെയാ വന്നത്? അയൽവാസി പട്ടിണി കിടന്നാൽ നീ ഞങ്ങളിൽപ്പെട്ടവനല്ല. രണ്ട് കാര്യങ്ങളെ നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കണം. അയൽവാസി പട്ടിണി കിടക്കരുത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അതിനുള്ള ശിക്ഷ അവിടെ തന്നെ പറഞ്ഞു. നീ ഈ ഉമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്നിൽ പെട്ടവൻ എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് യു വിൽ ബി ഓട്ടോമാറ്റിക്കലി എക്സ്കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ അതിൽ നിന്ന് അന്യതാവൽക്കരിക്കപ്പെട്ടു പോകും. നമ്മൾ പിന്നെ അതിന്റെ ആളുകളാണെന്ന് പറയാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ്. അങ്ങനെയൊക്കെ വളരെ കഠിനമായി പറഞ്ഞെങ്കിലേ ഇത് നമ്മൾ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുള്ളൂ.